പക്ഷേ അതുവരെ ആവശ്യമില്ലാത്തതൊന്നും അവളോട് പറയാൻ നിൽക്കണ്ട. മനസ്സിലായോ? ഇപ്പൊ നിന്റെ കുഞ്ഞിന് അമ്മയെങ്കിലും ഉണ്ട്. ആവശ്യമില്ലാത്തതൊക്കെ അവളോട് പറഞ്ഞ നാളെ ചിലപ്പോ അതും ഇല്ലാതാവും. ഈ ചെടികൾക്ക് വെള്ളവും വളവും ഒക്കെ കൊടുത്തില്ലെങ്കിലേ അത് കരിഞ്ഞു പോവും. ജീവിതത്തിലും അതുപോലെ തന്നെയാ. എല്ലാം ശരിയായിട്ട് ജീവിക്കാന്ന് വിചാരിച്ച ആ സമയത്ത് ജീവിതം കയ്യിലുണ്ടാവില്ല. ഞാനിനി എത്ര നാള് ജീവിച്ചിരിക്കുന്നൊന്നും എനിക്കറിയില്ല. ഒരു കല്യാണം വേണ്ടെന്ന് വെച്ച് ഇവളിവിടെ വന്ന് നിൽക്കാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി. ഇനിയൊരു ജീവിതം ഇവൾക്കും വേണം. നാളെ ഞാനില്ലാതാവുകയും ഇവള് മറ്റൊരു ജീവിതത്തിലേക്ക് പോവുകയും ചെയ്ത പിന്നെ നിനക്കാരുണ്ട്? അതുകൊണ്ട് നിന്റെ ബോധ്യങ്ങളും ധാരണകളും ഒക്കെ അവിടെ ഇരിക്കട്ടെ. നിന്റെ ഭാര്യ നിന്നെ വിട്ടുപോയി. ഇപ്പൊ നിന്റെ കുഞ്ഞിന്റെ അമ്മയായിട്ട് സമൃദ്ധ വന്നു. അവളെ നീ ഇപ്പൊ സ്നേഹിക്കുന്നുമുണ്ട്. അവളെ കൂടി നിനക്ക് നഷ്ടപ്പെട്ട പിന്നെ മറ്റൊരു സ്ത്രീയെ നിനക്ക് ഈ ജന്മത്തെ സ്നേഹിക്കാൻ കഴിയുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നില്ല. അവള് നിന്റെ ജീവിതത്തിൽ നിന്ന് പോയാ പിന്നെ ഗൗരവയുടെ അവസ്ഥ എന്താവും? അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ എത്രയും പെട്ടെന്ന് നീ അവളെ ഭാര്യയായി സ്വീകരിച്ചേ പറ്റൂ. മനസ്സുകൊണ്ട് അവള് നിന്നെ സ്നേഹിക്കണം, അംഗീകരിക്കണം എന്നായിരുന്നല്ലോ നിന്റെ ആഗ്രഹം. ഇപ്പോ അതൊക്കെ നടന്നില്ലേ? സ്വന്തം ബോധ്യങ്ങളെക്കാൾ വലുത് പലപ്പോഴും ജീവിത സാഹചര്യങ്ങളിലെ ശരിതെറ്റുകളാണെന്ന് ഒരു വക്കീലായ നിനക്ക് ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. നിങ്ങൾ രണ്ടുപേരും പറയുന്നത് എന്റെ നന്മയെ കരുതിയ. സമൃദ്ധയെ ഭാര്യയായിട്ട് സ്വീകരിക്കുന്നതില് മാനസികമായിട്ട് ഞാൻ പൊരുത്തപ്പെട്ട് കഴിഞ്ഞു. പക്ഷേ ഒരുപാട് ആളുകളൊന്നും വേണ്ട, നമ്മൾ മാത്രം മതി. ഒരു ചടങ്ങിനെങ്കിലും അവൾ എന്റെ ഭാര്യയാണെന്ന് എന്റെ മനസ്സിനെ ബോധ്യപ്പെടുത്താൻ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ വെച്ച് ഇപ്പോ അവളുടെ കഴുത്തി കിടക്കുന്ന താലി മാറ്റി പകരം മറ്റൊരു താലിമാല ചാർത്തണം. അങ്ങനെയാണെങ്കിൽ കുറച്ചെങ്കിലും എനിക്കെന്റെ മനസ്സിനെ ന്യായീകരിക്കാൻ പറ്റും. നിങ്ങൾ രണ്ടുപേരും കൂടി അതൊന്ന് അവളെ പറഞ്ഞ് സമ്മതിപ്പിക്കാൻ നോക്ക്. അല്ല, സാറിന്റെ ഇന്നത്തെ വിശേഷം എന്താ? ഓ അതോ, എടോ താൻ എന്നോട് കഴിഞ്ഞ ദിവസം ഒരു കാര്യം പറഞ്ഞില്ലേ? എടോ അന്ന് ബാറി വെച്ച് താനത് മറന്നുപോയോ? അല്ല, അന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചല്ലോ. സംസാരിച്ചു, പക്ഷേ അവിടെ വെച്ച് താൻ എനിക്കൊരു വലിയ ഉപദേശം തന്നു. അത് ഞാനങ്ങ് സ്വീകരിച്ചു. അതുകൊണ്ട് ഒരു നല്ല തീരുമാനം എടുക്കാനുള്ള പുറപ്പാടില്ല ഞാൻ. എടോ താനൊന്ന് പറഞ്ഞില്ലേ സമൃദ്ധിയോടെല്ലാം തുറന്നു പറയുന്ന നല്ലതെന്ന്? അതെ, ഇപ്പൊ ഞാൻ ഓർക്കുന്നു. അല്ല, എന്നിട്ട് സാറ് ഭാര്യയോടെല്ലാം തുറന്നു പറഞ്ഞോ? ഇതുവരെ പറഞ്ഞില്ല, പക്ഷേ ഞാൻ പറയാൻ തീരുമാനിച്ചു. എന്നിട്ട് സമൃദ്ധിയും ഒത്തൊരു പുതിയ ജീവിതം തുടങ്ങാനാണ് എന്റെ പ്ലാൻ. നന്നായി സാറേ, വളരെ നന്നായി. പണമുണ്ടെങ്കിൽ നമുക്കെല്ലാം വാങ്ങാൻ സാധിക്കും. ഒരു കാര്യം ഒഴിച്ച്, സമയം. നഷ്ടപ്പെട്ട ഒരു സെക്കൻഡ് പോലും എത്ര പണം കൊടുത്താലും നമുക്ക് തിരിച്ചു പിടിക്കാൻ പറ്റില്ല. എത്രയും വേഗം എല്ലാം തുറന്നു പറഞ്ഞ് സന്തോഷത്തോടെ ഒരുമിച്ചൊരു ജീവിതം തുടങ്ങണം സാറേ. ഞാൻ സാറിന് എല്ലാ മംഗളങ്ങളും നേരുന്നു. താങ്ക് യു സച്ചി. അന്ന് താൻ അങ്ങനെ പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ ഇത്ര പെട്ടെന്ന് ഇങ്ങനൊരു തീരുമാനം എടുക്കില്ലായിരുന്നു. തന്റെ ഒരു വാക്ക് എല്ലാം തുറന്നു പറഞ്ഞ് സമൃദ്ധിയെ കൂടെ കൂട്ടാൻ എനിക്ക് ധൈര്യം തന്നത്. എന്റെ ജീവിതം ഇങ്ങനായി, സാറിന്റെ ജീവിതമെങ്കിലും നഷ്ടപ്പെടാതിരിക്കട്ടെ. എല്ലാം മനസ്സിലാക്കി കഴിയുമ്പോൾ സാറിന്റെ ഭാര്യ സാറിന് ജീവന് തുല്യം സ്നേഹിക്കും.
ഹലോ, ആരാ? സമൃദ്ധ മേഡം അല്ലേ ഇത്? അതെ, നിങ്ങളാരാ? എന്റെ പേര് ജെനി. ഞാൻ അവന്തിക മേഡത്തിന്റെ വീട്ടിൽ നിന്ന് വിളിക്കുക. ചിപ്പിമോളുടെ ഡയറിന്നാ നമ്പർ കിട്ടിയത്. ആ, എന്തായിരുന്നു കാര്യം? ചിക്കൻ ബോക്സ് വന്ന് കിടന്നപ്പോ മേഡം ഇവിടെ വന്ന് അവന്തിക മേഡത്തിനെ നോക്കിയതൊക്കെ മോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അത്യാവശ്യമായി മേഡത്തിന്റെ ഒരു സഹായം വേണം. എന്ത് സഹായം? ചിപ്പിമോൾക്ക് നല്ല പനിയാ. അവന്തിക മേഡം ആണെങ്കിൽ സ്ഥലത്തില്ല, ഒരു മീറ്റിങ്ങിന് പോയേക്ക. ഇന്നലെ മുതല് മോൾ അമ്മയോട് പിണങ്ങി കിടക്കുക. ഇപ്പോ രാവിലെ ആണെങ്കിൽ നല്ല പനി. ആശുപത്രി പോവാന്ന് പറഞ്ഞിട്ട് മോള് സമ്മതിക്കുന്നേ ഇല്ല. എന്താ ചെയ്യണ്ടേന്ന് എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല മാഡം. മേഡം അത്യാവശ്യമായിട്ടൊന്ന് വന്ന വലിയ ഉപകാരമായിരുന്നു. മേഡം പറഞ്ഞ ചിപ്പിമോള് കേക്കും. ഇപ്പോ മോക്ക് എങ്ങനെയുണ്ട്? തൊട്ടാ പൊള്ളുന്ന പനിയാ, മൂടി പൊതിച്ച് കിടക്കുക. ഞാൻ എത്ര പറഞ്ഞിട്ടും മോള് കേൾക്കുന്നില്ല. ശരി, ഞാൻ ഇപ്പൊ തന്നെ വരാം. ഓക്കെ മാഡം, താങ്ക് യു.